ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിൽ സിറ്റി പോലീസ് കമ്മീഷണർമാർക്ക് വീഴ്ച പറ്റിയെന്ന് പോലീസ് മേധാവി. സിറ്റി പോലീസ് കമ്മീഷണർമാരുടെ യോഗത്തിലാണ് ഡിജിപി വിമർശനം ഉന്നയിച്ചത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കമ്മീഷണർമാർക്കും കോഴിക്കോട് റൂറൽ എസ് പിക്കുമാണ് ഡിജിപിയുടെ വിമർശനം. വി വിനോദാണ് ചെയ്യുക. വിനോദ്, ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ വിമർശനം ആഭ്യന്തര വകുപ്പും പോലീസും നേരിടുന്ന സാഹചര്യത്തിൽ ഈ കമ്മീഷണർമാർക്ക് മേൽ ഇത്രമാത്രം വിമർശനം ഉയരാനുള്ള സാഹചര്യം എന്താണ്? കേവലം കമ്മീഷണർമാരുടെ മാത്രം വീഴ്ചയായിട്ടാണോ DGP ഇതിനെ കാണുന്നത്? എൽദോ, കമ്മീഷണർമാർക്ക് പുറമെ ജില്ലാ പോലീസ് മേധാവിമാരും ഈ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും, പ്രത്യേകിച്ച് ഈ രണ്ട് സ്ഥലങ്ങളിലെയും സമീപകാലത്തെ സംഭവ വികാസങ്ങൾ തന്നെയാണ് വലിയ വിമർശന വിധേയമായത്. പ്രധാനമായും കൊച്ചി, അത് ലഹരി മരുന്ന് വ്യാപാരത്തിന്റെ വലിയൊരു ശൃംഖല അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുണ്ടകളുടെ കേന്ദ്രമായി കൊച്ചി മാറി. ഒരുപക്ഷെ നമ്മുടെ വാർത്തകൾ പോലും, നമുക്ക് കൊച്ചിയിൽ നിന്ന് നമ്മുടെ ചാനൽ റിപ്പോർട്ട് ചെയ്ത വാർത്തകളുണ്ട്. ആ വാർത്തകൾ തന്നെ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുകൂടൽ, പരസ്പരമുള്ള വെല്ലുവിളി, അത് മാത്രമല്ല കൊട്ടേഷൻ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാം തന്നെ നമ്മൾ തന്നെ പുറത്തുവിട്ട ഒട്ടനവധി വാർത്തകളുണ്ട്. തിരുവനന്തപുരത്ത് യുവാവിനെ കരമനയിൽ കൊലപ്പെടുത്തിയ സംഭവം, അത് നേരത്തെ കൊലപാതക കേസിൽ പ്രതികളാവുകയും ജാമ്യത്തിലിറങ്ങി സമാന രീതിയിൽ ഏറ്റവും ക്രൂരമായി ഒരു കൊലപാതകം നടത്തി എന്ന സാഹചര്യം, ഇതെല്ലാം തന്നെയാണ് വിമർശന വിധേയമായത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ചില പരാമർശങ്ങൾ യോഗത്തിൽ DGPയെ ചൊടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ആ തരത്തിൽ വിമർശനത്തോടു കൂടിയാണ് കോഴിക്കോട് പോലീസ് അധികാരിയോട് സംസാരിച്ചത്. കോഴിക്കോട് റൂറൽ SPക്കും ആ തരത്തിൽ വിമർശനമേറ്റു. ആലപ്പുഴ, അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലകളിൽ വലിയ തോതിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാനായി എന്ന ഒരു പരാമർശം DGPയുടെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രവുമല്ല, കർശനമായ നിർദ്ദേശമാണ് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് ശക്തമായ നടപടികൾ. കഴിഞ്ഞ 3-4 ദിവസമായി ഓപ്പറേഷൻ ആഗ്, അത് വീണ്ടും സജീവമായി സംസ്ഥാന വ്യാപകമായി തന്നെ നടപ്പാക്കുന്നുണ്ട്. വലിയ തോതിൽ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും കർശനമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് DGP നൽകിയിട്ടുള്ളത്. എന്തോ ഓക്കെ, സിറ്റി പോലീസ് കമ്മീഷണർമാർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് DGPയുടെ ഒരു വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഈ ഗുണ്ടാക്രമണങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ക്രമസമാധാനം അത് അമ്പേ തകർന്നു എന്നുള്ള ഒരു വിമർശനം നിൽക്കുന്ന സമയത്താണ് DGP ഇത്തരത്തിലൊരു കമ്മീഷണർമാർക്കെതിരെ ഒരു വിമർശനവുമായി രംഗത്തെത്തിയത്. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.